ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 21 ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിനി നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ആ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നർ ആരാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതാണ്? അതായത് നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഇല്ലാത്ത 2 പ്ലാനറ്റ്സ് ഉണ്ട്. ആ 2 പ്ലാനറ്റ്സ് ഏതൊക്കെയാണ്? ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങളാണ് വീനസ് ആൻഡ് മെർക്കുറി. അഥവാ ബുധനും ശുക്രനുമാണ് ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങൾ. ഈ ഒരു ചോദ്യത്തിൻ്റെ വിന്നറായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നിരഞ്ജന, ആശിഷ്, ശിവകൃഷ്ണ, ശിവന്യ, മിലാൻ, സിദ്ധാർത്ഥ്, ബിൻസിയ എന്നിവരാണ്. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങളുടെ പേര് കൂടി ഉത്തരത്തിൻ്റെ കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? (1969) ISRO സ്ഥാപിതമായത്. ISRO സ്ഥാപിതമായ വർഷം ആരും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. 1969 ഉത്തരം. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ആദ്യ ചെയർമാൻ ആര്? ISROയുടെ ആദ്യത്തെ ചെയർമാനാണ് നമ്മുടെ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരമായ വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് ആണ് ISROയുടെ ആദ്യത്തെ ചെയർമാൻ. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? അതായത് ആദ്യത്തെ ആർട്ടിഫിഷ്യലായ സാറ്റലൈറ്റ് ഏതാണ്? ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ആർട്ടിഫിഷ്യലായ സാറ്റലൈറ്റിൻ്റെ പേരാണ് ആര്യഭട്ട. ആരും മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ഒരേ ഒരു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരും മറക്കരുത്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇതൊക്കെ PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് PDF രൂപത്തിൽ അവിടെ ലഭിക്കുന്നതാണ്. ആറാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? അതായത് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ ഒരേ ഒരു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട തന്നെയാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അതായത് ഇന്ത്യയിലെ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം തന്നെയാണ് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ HJ ബാബയാണ് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡോക്ടർ HJ ബാബ. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ അറ്റോമിക് ബോംബ്?
രാജാ രാമണ്ണയാണ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് അഥവാ ഫാദർ ഓഫ് ഇന്ത്യൻ അറ്റോമിക് ബോംബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജാ രാമണ്ണ. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. നീലഗ്രഹം അഥവാ ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഭൂമി അഥവാ എർത്ത് തന്നെയാണ്. 11ാമത്തെ ചോദ്യം, ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അതായത് നമ്മുടെ അന്തരീക്ഷ പാളികളിൽ ഏത് പാളിയിലാണ് ഓസോൺ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ അന്തരീക്ഷ പാളികളിൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നത്. 12ാമത്തെ ചോദ്യം, നമ്മുടെ ഈ സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഉപഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാറ്റലൈറ്റ് ഏതാണ്? നമ്മുടെ ഈ സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ ഉപഗ്രഹം എന്ന് പറയുന്നത് ഗാനിമിഡ് ആണ്. ഗാനിമിഡ് ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹം അഥവാ സാറ്റലൈറ്റ് ആണ്. 13ാമത്തെ ചോദ്യം ഇതാണ്, ചൊവ്വ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ചൊവ്വ എന്ന് പറയുന്നത് മാർസ് ആണ്. മാർസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ CO2 ആണ് നമ്മുടെ മാർസ് അഥവാ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രനിൽ ആദ്യമായി നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? അതായത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് ചന്ദ്രനിൽ ആദ്യം നാട്ടിയത്? സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയുടെ പതാകയാണ് ചന്ദ്രനിൽ ആദ്യമായി നാട്ടുന്നത്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും PSLV എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ PSLVയുടെ പൂർണ്ണ രൂപം അഥവാ ഫുൾ ഫോം എന്താണ്? PSLVയുടെ ഫുൾ ഫോം ആണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. PSLVയുടെ ഫുൾ ഫോം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. 16ാമത്തെ ചോദ്യം ഇതാണ്, ഗ്രഹചലന നിയമങ്ങൾ രൂപപ്പെടുത്തിയത് ആരാണ്? കെപ്ലർ എന്ന ശാസ്ത്രജ്ഞനാണ് ഗ്രഹചലന നിയമങ്ങൾ രൂപപ്പെടുത്തിയത്. ഈ വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം കഴിഞ്ഞാൽ ഉടൻ ബോണസ് ചോദ്യമാണ്. ചന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ്? നമ്മൾ നേരത്തെ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നും ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന് പറയുന്ന ജില്ലയിലാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആരും മറക്കരുത്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ വിന്നറായി പ്രഖ്യാപിക്കുകയുള്ളൂ. ഇനി നമുക്ക് ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്. നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു ചോദ്യം തന്നെയാണ്. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ചോദ്യമാണ്. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.